ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ കോളേജിൽ നിന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. ഇടുക്കിയിലോട്ടാണ് പോകുന്നത്. 4-ാം തീയതി വെളുപ്പിനെ ഒരു 2 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തും. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അധികം സാധനങ്ങളും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് കഴിക്കാനായിട്ട് സ്നാക്സും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരമുള്ള ഗേൾസിൻ്റെ അടുത്തൊക്കെ അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രഷൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ഈവനിങ് തന്നെ ഞാൻ അവിടെ ഹോസ്റ്റലിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. എയർപോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കാര്യമില്ല, ബസ്സിലൊക്കെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നാലും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നതാ ഈവനിങ് മാമനാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ ഞാനാണിന്ന് ഹോസ്റ്റലിൽ ഫസ്റ്റ് എത്തിയത് ടൂറ് പോകുന്നതിൽ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് എല്ലാവരുമായിട്ട് കഥകളൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ പോകുന്ന സമ്മതപത്രമൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി പിന്നെ ട്രിപ്പിൻ്റെ പൈസയൊക്കെ കാൽക്കുലേറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നൈറ്റ് കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുവന്നിരുന്നു. അപ്പം നമ്മൾ അവിടുത്തെ ഹോസ്റ്റലിലെ മെസ്സിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും ചപ്പാത്തിയായിരുന്നു. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിച്ചതിന് ശേഷം നമുക്കവർ ഒരു റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ റൂമിൽ പോയി ഇരുന്ന് സംസാരിക്കുകയാണ്. ഉറങ്ങാനായിട്ട് അടുത്ത ദിവസം ട്രിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ ആർക്കും ഉറക്കമൊന്നുമില്ല. കുറച്ച് കിടന്നൊക്കെ നോക്കി, പക്ഷേ ആരും ഉറങ്ങുന്നില്ല. പിന്നെ ഒരു ടൈം ഒരു 1:30 ആയപ്പോഴത്തേക്ക് പോവാനായിട്ടൊന്ന് ബ്രഷൊക്കെ ചെയ്ത് പോവാനായിട്ട് റെഡിയായി. താഴെ ബസ് വന്നിട്ടുണ്ടെന്ന് സാറ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമ്മൾ താഴോട്ട് പോവുകയാണ്. ബസ് ഇതാ എത്തി. ലാസ്റ്റത്തെ ഒരു കൺഫർമേഷൻ എന്ന നിലയിൽ എല്ലാവരെയും പേരൊക്കെ വിളിച്ചിട്ടാണ് ബസ്സിൻ്റെ അകത്തോട്ട് കയറ്റിയത്. കയറിയത് നമ്മൾ ആദ്യം തന്നെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഡാൻസായി. അങ്ങനെ ഡാൻസിന് ശേഷം കിടന്നുറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഇടുക്കി എത്തിയൊരു ഏകദേശം ഒരു 6:45 കഴിഞ്ഞപ്പോൾ നമ്മളവിടെ എത്തി. ഫുൾ മഞ്ഞായിരുന്നു. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വന്നിട്ട് വളഞ്ചാങ്കാനം വാട്ടർഫോൾസ് ആയിരുന്നു. ഇറങ്ങാനായിട്ടൊന്നും പറ്റത്തില്ല, ഇങ്ങനെ നിന്ന് കാണാൻ അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം നിന്ന് കണ്ടിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടൊക്കെ എടുത്തു. ഇതായിരുന്നു നമ്മുടെ കോളേജിൽ നിന്ന് പോയവർ. പിന്നെ അതിന് ശേഷം അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. നമുക്ക് വേണ്ടി ഒരു ബൊഫേ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും അപ്പവും മുട്ടക്കറി പിന്നെ ഒരു വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു. അതിന് ശേഷം നമ്മുടെ സെക്കൻഡ് സ്പോട്ടായിരുന്നു ഈ കാണുന്ന പരുന്തുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെയും താഴോട്ട് നോക്കുമ്പോൾ നല്ല ഹൈറ്റിലുള്ള ഒരു പാറ തന്നെയായിരുന്നു. പിന്നെ അവിടെ തന്നെ ടാഗോർ പാറ അങ്ങനെ പറഞ്ഞിട്ട് അതും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളെല്ലാവരും കൂടെ എടുത്തു. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് ബസ്സിൽ കയറി ഡാൻസ് തുടങ്ങിയപ്പോൾ നമ്മളിവിടെ സാറും ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട്. സാറ് നല്ല കിടിലമാണ്. നമ്മുടെ ഇവിടെ എല്ലാത്തിനും ജില്ലെന്ന് സാറ് നിൽക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉച്ചയായി, ഒരു 1 മണി 1:30 ആയി. അപ്പോൾ നമ്മൾ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചായിരുന്നു നമുക്ക് ഫുഡ്. ഈ കാണുന്നൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുണ്ടായത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതും കഴിച്ചിട്ട് ബസ്സിലോട്ട് ഞാനും മൃദുലയും നടന്നു പോവുകയാണ്. അതിന് ശേഷം നമ്മുടെ അടുത്ത സ്പോട്ട് ഈ കാൽവറി മൗണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമായിരുന്നു. ഇത് കയറാൻ തന്നെ കുറേ ദൂരം ഉണ്ടായിരുന്നു. നല്ലൊരു തേരിയും റോഡുമായിട്ട് നമ്മൾ നടന്ന് തളർന്ന് കയറി മുകളിലോട്ടെത്തി. ഇവിടെ ഒരു കയറുമ്പോൾ തന്നെ ഒരു ഷിപ്പ് ഈ ഒരു വലിയൊരു ഷിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എൻട്രൻസ് ഫീ 50 നമ്മളവിടെ അകത്ത് കയറിയില്ല. അതിൽ നിന്നും കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ വന്ന കറക്റ്റ് സ്പോട്ടെത്തി. ഈ കാൽവറി മൗണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മരങ്ങളൊക്കെ പലതരം ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ നടന്നു പോകുന്ന വഴിയിൽ ഇടയ്ക്കൊരു സ്ഥലം കണ്ട് ഇരിക്കാനായിട്ടൊക്കെ നല്ലൊരു സ്ഥലം ഫോട്ടോ എടുക്കാനും. അങ്ങനെ ഞാനും നന്ദനയും കൂടെ അവിടെ പോയിരുന്നതിന് ശേഷം മുകളിലോട്ട് വീണ്ടും കയറിപ്പോയി. ആ മൗണ്ടിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇതാണ് വ്യൂ. എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതായിരുന്നു. അവിടെ ഇരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. നല്ല കാറ്റൊക്കെ കൊണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്പോട്ടായ രാമക്കൽ മേടെത്തി. ഒരു 7 മണി 7:30 ആയ സമയം. അവിടെ നല്ല തണുപ്പും ഭയങ്കര കാറ്റുമായിരുന്നു. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി മൂടി പുതച്ചിരിക്കുകയാണ്.
ഒരു ചെറിയ മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ മഴയും കാറ്റും തണുപ്പും എല്ലാം ആയിട്ട് നമ്മളവിടെ എത്തി. അവിടെയും നടക്കാനായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് കയറി എത്തിയപ്പോൾ കണ്ട ഒരു സ്റ്റാച്ചു ആണ്, ഒരു ഫാമിലി സ്റ്റാച്ചു ആണിത്. അവരെ പേര് വന്നിട്ട് കുറുവനും കുറുവത്തി അങ്ങനെ എന്തോ ആണ്. ഞാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് 1 വീക്കിന് ശേഷമാണ് വീഡിയോ ഒക്കെ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പേരെല്ലാം മറന്നുപോയി. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു പാർക്കും, പക്ഷേ പാർക്കിൽ നമ്മൾ അലൗഡല്ല, ഏജ് ലിമിറ്റുണ്ട്. പിന്നെ ദാണ്ട് ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് ടോപ്പിലെത്തിയിട്ട് ആ ഒരു രാമക്കൽ മേട് കാണാൻ പറ്റും. അവിടെ പോയിട്ടാണെങ്കിൽ സെൽഫി എടുക്കാമെന്ന് വെച്ചാൽ ഫോണെല്ലാം ഷേക്ക് ആവുന്നുണ്ട്. ഭയങ്കര കാറ്റായിരുന്നു. അത്രയ്ക്ക് നല്ല കാറ്റായിട്ട് നമുക്കൊരു നേരെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പറയുകയാണെങ്കിൽ അവർ ടെസ്റ്ററായിട്ട് നമുക്ക് കഴിക്കാനായിട്ടൊക്കെ തരും. അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ നോക്കി സാധനം വാങ്ങിച്ചതിന് ശേഷം DJ ഉണ്ടായിരുന്നു. നമുക്ക് ക്യാമ്പ് ഫയർ വിത്ത് DJ ആയിരുന്നു. അങ്ങനെ അവിടെയും പോയി കുറേ നമ്മൾ ഡാൻസ് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമുക്ക് നൈറ്റ് ഫുഡ് വന്നിട്ട് മന്തിയായിരുന്നു. പിന്നെ നൈറ്റ് ഭയങ്കര ഡാൻസും പാട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കോളേജ് എത്താറായി. കോളേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണി 6:30 ആയപ്പോൾ കോളേജിലെത്തി. അവിടെ നിന്ന് പിന്നെ അടുത്ത വണ്ടിക്ക് വീട്ടിലോട്ട് നേരെ വന്നിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉറക്കം എണീക്കുമ്പോൾ ഒരു 8 മണി 8:30 ആവും. അങ്ങനെ ഞാനാണ് വന്ന് ബെല്ലടിച്ച് എല്ലാവരെയും ഉണർത്തിയെടുത്തത്. ഞാൻ ധൃതിപ്പെട്ട് വന്നത് തന്നെ എനിക്കൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ അമ്മ എണീറ്റ് ഡോറൊക്കെ തുറന്നു തന്നു. വന്നുടനെ കുളിച്ച് ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്